ഹായ് ഹലോ നമസ്കാരം. പേജ് 3 അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ICDS സൂപ്പർവൈസറുടെ 10ാം ക്ലാസ് നിലവാരത്തിലുള്ള പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പരിശീലനമാണ് യൂട്യൂബിലൂടെ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമുക്ക് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ആരോഗ്യക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ പാർട്ട് 1 ആണ് ഇത് ചെയ്യുന്നത്. കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതികളെക്കുറിച്ചിട്ടാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഓരോ പദ്ധതികളെക്കുറിച്ചിട്ടും അത് എന്തിനുള്ള പദ്ധതികളാണ് എന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് പാർട്ടായിട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പദ്ധതികളുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ കൺഫ്യൂസ് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാം, എഴുതി വെച്ച് അറിയാത്തതൊക്കെ ഉണ്ടെങ്കിൽ എഴുതി വെച്ച് പഠിക്കുക. കൂടുതൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. അറിയാത്തതുണ്ടെങ്കിൽ എഴുതി വെച്ച് പഠിക്കുക. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. ഒപ്പം ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ക്ലാസ്സിന് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്യുക. ഒപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ പുതിയ ബാച്ച് ആരംഭിക്കുന്നുണ്ട്. ബാച്ചിലേക്ക് ICDSൻ്റെ പുതിയ ബാച്ച് ഓഗസ്റ്റ് 19-ാം തീയതിയാണ് ആരംഭിക്കുന്നത്. ആ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ചുവടെ കാണുന്ന നമ്പറിൽ വിളിക്കാം. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ആരോഗ്യക്ഷേമ പദ്ധതികളിലേക്ക് കിടക്കാം. നോക്കാം. കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിയാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഈ ഒരു മൃതസഞ്ജീവനി എന്ന് പറയുന്ന പദ്ധതി നമുക്കറിയാം അല്ലേ. എന്താണ് കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിയാണ് മൃതസഞ്ജീവനി എന്ന് പറയുന്നത്. ഭൂരിപക്ഷ ആളുകൾക്കും എന്താണ് അതിനെ പറ്റിയിട്ട് അറിയാം. മൃതസഞ്ജീവനി എന്ന് പറയുന്ന ആ പദ്ധതിയെ പറ്റിയിട്ട് അറിയാം അല്ലേ. ഓക്കെ. അപ്പോൾ ആ മൃതസഞ്ജീവനി അടുത്ത് നോക്കുക. സംസ്ഥാനത്തെ APL അതുപോലെ തന്നെ BPL കാർഡ് വ്യത്യാസമില്ലാതെ അല്ലേ, റേഷൻ കാർഡില്ലേ APL BPL വ്യത്യാസമില്ലാതെ 18 വയസ്സിന് താഴെയുള്ള അർബുദ, ഹൃദ്രോഗ, വൃക്ക, മസ്തിഷ്ക രോഗം ഉൾപ്പെടെയുള്ള രോഗികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ആരോഗ്യ കിരണം. എന്താണ്, വളരെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അറിയുന്ന ടോപ്പിക്ക് തന്നെയാണിത്, നിങ്ങൾക്ക് പരിചയമുള്ള പദ്ധതികൾ തന്നെയാണ്. എന്നാലും ഒരുപാട് പദ്ധതികൾ നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് പറയുന്നത്. അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറയുന്നത്. സംസ്ഥാനത്തെ APL BPL വ്യത്യാസമില്ലാതെ 18 വയസ്സിന് താഴെയുള്ള അർബുദ, ഹൃദ്രോഗ, വൃക്ക, മസ്തിഷ്ക രോഗം ഉൾപ്പെടെയുള്ള രോഗികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ആരോഗ്യ കിരണം എന്ന് പറയുന്നത്. അപ്പം മൃതസഞ്ജീവനി എന്താണെന്ന് പറഞ്ഞു, ആരോഗ്യ കിരണം എന്താണെന്ന് പറഞ്ഞു. അടുത്ത് നോക്കുക. കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതി. കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയാണ് ആശ്വാസകിരണം. എന്താണ് ആശ്വാസകിരണം? ആരോഗ്യകിരണമുണ്ട്. ആരോഗ്യകിരണം എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇതെന്താണ്? കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതി ആശ്വാസകിരണം. സോ മൃതസഞ്ജീവനി എന്താണ്, ആരോഗ്യകിരണം എന്താണ്, ആശ്വാസകിരണം എന്താണ് എന്നുള്ളത് നമ്മൾ നോക്കിയല്ലോ അല്ലേ. കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം. ക്ലിയർ അല്ലേ? ഓക്കെ. അടുത്തത് നമ്മൾ ICDS സൂപ്പർവൈസറുടെ 10th ലെവൽ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള നമ്മളൊരു പുതിയ ബാച്ച് ഓഗസ്റ്റ് അല്ലേ, ഓൺലൈൻ ബാച്ചാണ്. ആപ്ലിക്കേഷനിലൂടെയാണ്, യൂട്യൂബിലൂടെ അല്ല, ആപ്ലിക്കേഷനിലൂടെയാണ്. നിങ്ങൾക്ക് പേജ് 3 അക്കാദമിയുടെ ആപ്ലിക്കേഷൻ ഉണ്ട്, പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ആ ആപ്ലിക്കേഷനിലൂടെയാണ് നിങ്ങൾക്ക് കോഴ്സ് തരുന്നത്. ഓഗസ്റ്റ് 19-ാം തീയതിയാണ് നമ്മുടെ കോഴ്സ് ആരംഭിക്കുന്നത്. ഓക്കെ. ഓഗസ്റ്റ് 19-നാണ് കോഴ്സ് ആരംഭിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത നമ്മുടെ പരീക്ഷ വരെ പരിശീലനം എന്നുള്ളതാണ്. ഓക്കെ. പരീക്ഷ എപ്പോഴാണോ വരുന്നത് അതുവരെയും പേജ് 3 അക്കാദമി നിങ്ങളോടൊപ്പം ഉണ്ടാവും. കൃത്യമായ പരിശീലനമായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഒഴിവ് സമയത്ത് പഠിക്കാനുള്ള സൗകര്യം. കാരണം നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒഴിവ് സമയത്ത് പഠിക്കാൻ ആപ്ലിക്കേഷനിലൂടെ ആണെങ്കിലും നമ്മളൊരു ഓരോ ദിവസവും എന്താണ് പഠിക്കേണ്ടത് എന്നുള്ള ടൈം ടേബിൾ നിങ്ങൾക്ക് തരും. അത് പ്രകാരം ആ ദിവസം നിങ്ങൾക്ക് ഒഴിവ് കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യും, നിങ്ങൾക്ക് വന്നിട്ട് വർക്ക് കഴിഞ്ഞ് വന്നതിന് ശേഷം നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരമുണ്ട്. വർക്കിന് പോകുന്നതിന് മുൻപ് സമയം കിട്ടുകയാണെങ്കിൽ അങ്ങനെ പഠിക്കാറുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത അതിരാവിലെയുള്ള ലൈവ് ക്ലാസ്. അതിരാവിലെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വർക്കിന് പോകുന്നതിന് മുന്നോടിയായിട്ട് തന്നെ എല്ലാവർക്കും ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കണം അല്ലേ. അതിനിടയിൽ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിരാവിലെയുള്ള ലൈവ് ക്ലാസ്
ക്ലാസ് 4:30 രാവിലെ 4:30 ലൈവ് ക്ലാസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ വർക്കിനെ എന്ത് ചെയ്യില്ല, ഈ ഒരു ക്ലാസ് ഈ ഒരു കോച്ചിങ്ങിലൂടെ ബാധിക്കില്ല. അതുപോലെ തന്നെ എല്ലാ ദിവസവും നിങ്ങൾക്ക് പഠിക്കാനായിട്ട് തരും. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ളൊരു പഠനം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒഴിവ് സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിച്ചു പോകാനായിട്ട് പറ്റും. അതുപോലെ തന്നെ കൃത്യമായിട്ട് റിവിഷൻ ഉണ്ടാവും. അതായത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകും അല്ലേ, സ്വാഭാവികമാണ് പഠിച്ച കാര്യങ്ങൾ മറന്നു പോകുക എന്നുള്ളത് അല്ലേ. അപ്പോൾ അത് ഓർത്തെടുക്കണമെങ്കിൽ റിവിഷനിലൂടെയാണ് അല്ലേ. കൃത്യമായിട്ട് പഠിച്ച കാര്യങ്ങളുടെ റിവിഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ പരീക്ഷകൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് ചിട്ടയായിട്ടുള്ള രീതിയിൽ പരീക്ഷ വരെ നീണ്ടു നിൽക്കുന്ന ഒരു ബാച്ചാണ് നമ്മൾ ഓഗസ്റ്റ് 19-ാം തീയതി തിങ്കളാഴ്ച ആരംഭിക്കുന്നത്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ചൂടെ കാണുന്ന നമ്പറിൽ വിളിക്കുക. 9747886626 എന്ന് പറയുന്ന പേജ് 3 അക്കാദമിയുടെ ഒഫീഷ്യൽ നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത നോക്കുക. എൻഡോസൾഫാൻ ദുരിതബാധിതരിൽ പൂർണ്ണമായും കിടപ്പിലായവരെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്പെഷ്യൽ ആശ്വാസകിരണം. നമ്മൾ ആശ്വാസകിരണം എന്താണെന്ന് നോക്കിയില്ലേ, കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർക്ക് അല്ലെങ്കിൽ കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസം എന്താണ് പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് ആശ്വാസകിരണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചു അല്ലേ. ഇവിടെ സ്പെഷ്യൽ ആശ്വാസകിരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഡോസൾഫാൻ ദുരിതബാധിതരിൽ പൂർണ്ണമായിട്ടും കിടപ്പിലായവരെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്പെഷ്യൽ ആശ്വാസകിരണം. ഇപ്പോൾ ആശ്വാസകിരണം എന്താണെന്ന് നോക്കി, പിന്നെ അടുത്ത സ്പെഷ്യൽ ആശ്വാസകിരണം എന്ന് പറയുന്ന പദ്ധതി എന്താണെന്ന് നമ്മൾ നോക്കി. ഓക്കെ, സ്പെഷ്യൽ ആശ്വാസകിരണം എന്ന് പറയുമ്പോൾ എൻഡോസൾഫാൻ ഒന്ന് കണക്ട് ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? അടുത്ത് നോക്കൂ. വനിതാ ശിശു വികസന വകുപ്പിൻ്റെ നേതൃത്വത്തിൽ, ഏതാണ് വനിതാ ശിശു വികസന വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സമ്പൂർണ്ണ പോഷകാഹാരങ്ങൾ ഉൾക്കൊള്ളിച്ച് അങ്കണവാടികൾ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്മാർട്ട് ഡയറ്റ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം അല്ലേ, സ്മാർട്ട് ഡയറ്റ് എന്താണ്? വനിതാ ശിശു വികസന വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സമ്പൂർണ്ണ പോഷകാഹാരങ്ങൾ ഉൾക്കൊള്ളിച്ച് അങ്കണവാടികൾ നടപ്പാക്കുന്ന പദ്ധതിയാണ് സ്മാർട്ട് ഡയറ്റ്. ഇനി അടുത്ത് നോക്കൂ. കാഴ്ച പരിമിതരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ശബ്ദദാനത്തിലൂടെ അല്ലേ, അപ്പോൾ ശബ്ദദാനത്തിലൂടെ ഓഡിയോ പുസ്തകങ്ങൾ തയ്യാറാക്കുന്ന SCERT-യുടെ പദ്ധതിയാണ് ശ്രുതിപാഠം. SCERT-യുടെ പദ്ധതിയാണ് ശ്രുതിപാഠം. എന്താണെന്ന് വെച്ചാൽ ശ്രുതിപാഠം എന്താണ്? കാഴ്ച പരിമിതരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ശബ്ദത്തിലൂടെ അല്ലേ, ശബ്ദദാനത്തിലൂടെ ഓഡിയോ രൂപത്തിലുള്ള പുസ്തകം തയ്യാറാക്കുന്ന ആരുടെ SCERT-യുടെ പദ്ധതിയാണ് ശ്രുതിപാഠം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് സ്പെഷ്യൽ ആശ്വാസകിരണം എന്താണെന്ന് നമ്മൾ നോക്കി, സ്മാർട്ട് ഡയറ്റിനെ പറ്റിയിട്ട് നമ്മൾ നോക്കി, ശ്രുതിപാഠത്തിനെ പറ്റിയിട്ട് നമ്മൾ നോക്കി. ഓക്കെ, അപ്പോൾ ഈ ക്ലിയർ ആയില്ല. ഇപ്പോൾ 6 എണ്ണം നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ, 6 എണ്ണം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത് നോക്കുക. ചൂഷണങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ആവശ്യമായ സൗകര്യങ്ങൾ നൽകുന്ന കുടുംബശ്രീ പദ്ധതിയാണ് സ്നേഹിത. ഓക്കെ, എന്താണ് ഇവിടെ പറഞ്ഞ സ്നേഹിത? ജസ്റ്റ് എന്താണ് ആ പദ്ധതി എന്ന് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, നമുക്ക് ചോദ്യം വരുന്നത് ഇത്തരത്തിൽ തന്നിട്ട് 4 ഓപ്ഷൻ തരും. ഓക്കെ, അതിനകത്ത് സ്നേഹിത ഉണ്ടാവും, മാതൃജ്യോതി, ചിരി, പുഞ്ചിരി, അങ്ങനെ കുറേ ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റണ്ടേ? അപ്പോൾ ജസ്റ്റ് എന്താണെന്ന് മാത്രം മനസ്സിലാക്കി വയ്ക്കുക. ചൂഷണങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ആവശ്യമായ സൗകര്യങ്ങൾ നൽകുന്ന ആരുടെയാണ് പദ്ധതി? കുടുംബശ്രീ പദ്ധതിയാണ് സ്നേഹിത എന്ന് പറയുന്നത്. കുടുംബശ്രീ പദ്ധതിയാണെന്ന് ഓർത്തുവെക്കുക. അടുത്തതോ, കാഴ്ച പരിമിതിയുള്ള അമ്മമാർക്ക്. നമ്മൾ കാഴ്ച പരിമിതിയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഓഡിയോ പുസ്തകങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ, അതെന്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി ഇത് കാഴ്ച പരിമിതിയുള്ള അമ്മമാർക്ക് നവജാത ശിശുവിൻ്റെ സംരക്ഷണത്തിനായിട്ട് 2000 രൂപ നിരക്കിൽ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മാതൃജ്യോതി. അപ്പോൾ മാതൃജ്യോതി പദ്ധതി എന്താണ്? മാതൃജ്യോതി പദ്ധതി എന്ന് പറയുന്നത് കാഴ്ച പരിമിതിയുള്ള അമ്മമാർക്ക് നവജാത ശിശുവിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അല്ലേ, നവജാത ശിശുവിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് 2000 രൂപ നിരക്കിൽ ധനസഹായം നൽകുന്ന പദ്ധതി, 2000 രൂപ നിരക്കിൽ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മാതൃജ്യോതി എന്ന് പറയുന്നത്. ഇനി അടുത്ത നോക്കൂ. കുട്ടികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ആത്മഹത്യാ പ്രവണത ഇല്ലാതാക്കാനുമായിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ചിരി. എന്താണ്? കുട്ടികളിൽ ആത്മവിശ്വാസം വർദ്ധിക്കാനും അതുപോലെ തന്നെ ആത്മഹത്യാ പ്രവണത ഇല്ലാതാക്കാനും വേണ്ടിയിട്ട് കേരള സർക്കാർ പദ്ധതിയാണ് ചിരി എന്ന് പറയുന്നത്. അപ്പോൾ സ്നേഹിത കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ച ഒരു പദ്ധതിയാണ്. പിന്നീട് എന്താണ്? കാഴ്ചപരിമിതിയുള്ള അമ്മമാർക്ക് നവജാത ശിശുവിൻ്റെ സംരക്ഷണത്തിനായിട്ട് 2000 രൂപ നിരക്കിൽ ധനസഹായം നൽകുന്ന പദ്ധതിയായിരുന്നു മാതൃജ്യോതി എന്ന് പറയുന്നത്. പിന്നെ ചിരി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ ആത്മഹത്യാ പ്രവണത ഇല്ലാതാക്കാനും വേണ്ടിയിട്ട് കേരള സർക്കാർ നടപ്പിലാക്കിയ ആരംഭിച്ച പദ്ധതിയാണ് ചിരി എന്ന് പറയുന്നത്.
ക്ലിയർ അല്ലേ? അടുത്തത് നോക്കിക്കോളൂ. കേരള സാമൂഹ്യ മിഷന്റെ ആഭിമുഖ്യത്തിൽ, ഏതാണ്? കേരള സാമൂഹ്യ മിഷന്റെ ആഭിമുഖ്യത്തിൽ ആദിവാസി വിഭാഗങ്ങൾക്ക് പോഷകാഹാരം നൽകുന്ന പദ്ധതിയാണ് അന്നദായിനി, അന്നം ദാനം അല്ലേ? എന്താണ്? കേരള സാമൂഹ്യ മിഷന്റെ ആഭിമുഖ്യത്തിൽ, എന്തിൻ്റെ ആഭിമുഖ്യത്തിൽ? കേരള സാമൂഹ്യ മിഷന്റെ ആഭിമുഖ്യത്തിൽ ആർക്ക്? ആദിവാസി വിഭാഗങ്ങൾക്ക് എന്ത്? പോഷകാഹാരം നൽകുന്ന അല്ലേ? അപ്പോൾ കേരള സാമൂഹ്യ മിഷന്റെ ആഭിമുഖ്യത്തിൽ ആദിവാസി വിഭാഗങ്ങൾക്ക് പോഷകാഹാരം നൽകുന്ന പദ്ധതിയാണ് അന്നദായിനി പദ്ധതി. എന്താണ്? അന്നദായിനി പദ്ധതി. ക്ലിയർ അല്ലേ? അടുത്ത നോക്കൂ. കോളേജ് വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തി ആത്മഹത്യാ പ്രവണത കുറയ്ക്കാൻ ആരംഭിച്ച പദ്ധതിയാണ് ജീവനി. നോക്കുക, ജീവനി. ഇവിടെ നമ്മൾ പറഞ്ഞത് കുട്ടികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ആത്മഹത്യാ പ്രവണത ഇല്ലാതാക്കാനുമായിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ചിരി നമ്മൾ പഠിച്ചു അല്ലേ? അതുപോലെ തന്നെ കോളേജ് വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തി ആത്മഹത്യാ പ്രവണത കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് ജീവനി എന്ന് പറയുന്നത്. ഇപ്പോൾ ജീവനി പദ്ധതി എന്താണ്? കോളേജ് വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തി ആത്മഹത്യാ പ്രവണത കുറയ്ക്കാൻ ആരംഭിച്ചിട്ടുള്ള പദ്ധതി. ഇനി അടുത്ത് നോക്കൂ. ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും അതുപോലെ തന്നെ ചികിത്സയും ഉറപ്പുവരുത്തുന്ന ആരോഗ്യ പദ്ധതിയാണ് അമൃതം ആരോഗ്യം. എന്താണ്? ജീവിതശൈലി രോഗങ്ങൾക്ക് അല്ലേ? ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന ആരോഗ്യ പദ്ധതി അല്ലേ? ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം PSC എന്ന് പറയുന്ന ഒരു രോഗത്തെ പറ്റി അല്ലേ? PSC രോഗങ്ങൾ അറിയോ? എന്താണ് PSC? നമ്മൾ PSC പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്. പക്ഷേ PSC പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങളുണ്ടല്ലോ അല്ലേ? അപ്പോൾ ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യമായിട്ട് സൗജന്യ രോഗനിർണയവും അതുപോലെ തന്നെ ചികിത്സയും ഉറപ്പുവരുത്തുന്ന ആരോഗ്യ പദ്ധതിയാണ് അമൃതം ആരോഗ്യം. അപ്പോൾ അന്നദായിനി എന്താണ്? ആദിവാസി വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് പോഷകാഹാരം നൽകുന്ന പദ്ധതിയാണെന്ന് നമ്മൾ പഠിച്ചു. ജീവനി എന്താണെന്ന് നമ്മൾ പഠിച്ചു. കോളേജ് വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് അവരുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തിയിട്ട് ആത്മഹത്യാ പ്രവണത കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതിയാണ് ജീവനി. പിന്നീട് അമൃതം ആരോഗ്യം എന്താണ്? അങ്ങനെ 3 എണ്ണമാണ് നമ്മൾ പഠിച്ചത്. ക്ലിയർ അല്ലേ? അടുത്ത് നോക്കിക്കോളൂ. പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യമായിട്ട് വീട്ടിലേക്ക് യാത്രാ സൗകര്യം ഒരുക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് മാതൃയാനം. ആ പദ്ധതി, ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം മാതൃയാനം അല്ലേ? മാതൃയാനം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും പ്രസവാനന്തരം അല്ലേ? പ്രസവത്തിന് ശേഷം അല്ലേ? ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക്, പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യമായിട്ട് വീട്ടിലേക്ക്, ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് യാത്രാ സൗകര്യം ഒരുക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് മാതൃയാനം എന്ന് പറയുന്നത്. പിന്നെയോ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ കാഴ്ചപരിമിതിയുള്ള കുട്ടികൾക്ക് സൗജന്യമായിട്ട് കണ്ണടകൾ വിതരണം ചെയ്യുന്ന ഒരു പദ്ധതിയുണ്ട്. അതാണ് മിഴി എന്ന് പറയുന്ന പദ്ധതി. ഓക്കെ, എന്താണ് മിഴി എന്ന് പറയുന്ന പദ്ധതി? ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ കാഴ്ചപരിമിതിയുള്ള കുട്ടികൾക്ക് സൗജന്യമായിട്ട്, ശ്രദ്ധിക്കുക, സൗജന്യമായിട്ട് കണ്ണടകൾ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് മിഴി എന്ന് പറയുന്ന പദ്ധതി. ഓക്കെ അല്ലേ? അടുത്ത് നോക്കൂ. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയാനായിട്ട്, വായുവിലൂടെ പകരുന്ന രോഗങ്ങളിലെ ജലദോഷമൊക്കെ വായുവിലൂടെ പകരുന്നില്ലേ? വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയാനായിട്ട് കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ചൊരു പദ്ധതിയുണ്ട്, തൂവാല വിപ്ലവം. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയാനായിട്ട് കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് തൂവാല വിപ്ലവം. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. തൂവാല വിപ്ലവം അല്ലേ? കച്ചീഫ് കൊണ്ട് മുഖം മറിക്കാന്നുള്ളൊരു ഒരു മൈൻഡിലേക്ക് കൊണ്ടുവന്നാൽ മതി. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയാനായിട്ട് കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് തൂവാല വിപ്ലവം. ക്ലിയർ അല്ലേ? മാതൃയാനം എന്താണ്? മിഴി എന്താണ്? തൂവാല വിപ്ലവം എന്താണ് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയില്ലേ? അടുത്തത് നോക്കിക്കോളൂ. ഹോമിയോപ്പതി വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ചിട്ടുള്ള സ്ത്രീകളുടെ മാനസിക ആരോഗ്യ ശാക്തീകരണ പദ്ധതിയാണ് സീതാലയം. ആ പേര് കേൾക്കുമ്പോൾ, സീതാലയം എന്ന് കേൾക്കുമ്പോൾ ഹോമിയോപ്പതി എന്ന് ആലോചിച്ചാൽ മതി. നിങ്ങൾക്കറിയാം, എങ്കിലും ചിലർക്കൊരു കോഡ് ഉണ്ടെങ്കിൽ പഠിക്കാലോ, എളുപ്പത്തിൽ അറിയാലോ അല്ലേ? ഹോമിയോപ്പതി വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച സ്ത്രീകളുടെ മാനസിക ആരോഗ്യ ശാക്തീകരണ പദ്ധതിയാണ് സീതാലയം എന്ന് പറയുന്നത്.
ക്ലിയർ അല്ലേ? അടുത്ത് നോക്കൂ, കോവിഡാനന്തരം സംസ്ഥാനത്തെ ഭക്ഷ്യ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനും കേരള സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതിയാണ് സുഭിക്ഷ കേരളം. അതറിയാലോ അല്ലേ? എന്താണ് കോവിഡാനന്തരം അല്ലേ? കോവിഡാനന്തരം സംസ്ഥാനത്തെ ഭക്ഷ്യ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനും സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതിയാണ് സുഭിക്ഷ കേരളം. ക്ലിയർ അല്ലേ? അടുത്ത് നോക്കൂ, അനാഥരായിട്ടുള്ള നവജാത ശിശുക്കളെ ഏറ്റെടുക്കാനുള്ള സാമൂഹ്യനീതി വകുപ്പിൻ്റെ സംരംഭമാണ് അമ്മത്തൊട്ടിൽ. ഓക്കെ അല്ലേ? അനാഥരായ നവജാത ശിശുക്കളെ ഏറ്റെടുക്കുവാനുള്ള സാമൂഹ്യനീതി വകുപ്പിൻ്റെ സംരംഭമാണ് അമ്മത്തൊട്ടിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സീതാലയം എന്താണ്? സീതാലയം എന്ന് കേൾക്കുമ്പോൾ ഹോമിയോപ്പതി ആലോചിക്കുക അല്ലേ? ഹോമിയോപ്പതി വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ചിട്ടുള്ള സ്ത്രീകളുടെ മാനസികാരോഗ്യ ശാക്തീകരണ പദ്ധതിയാണ് സീതാലയം എന്ന് പറയുന്നത്. പിന്നീട് കോവിഡാനന്തരം സംസ്ഥാനത്തെ ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനും സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചതാണ് സുഭിക്ഷ കേരളം എന്ന് പറയുന്ന പദ്ധതി. പിന്നീട് എന്താണ് അമ്മത്തൊട്ടിൽ എന്ന് വെച്ചാൽ അനാഥരായ നവജാത ശിശുക്കളെ ഏറ്റെടുക്കാനുള്ള സാമൂഹ്യനീതി വകുപ്പിൻ്റെ സംരംഭമാണ് അമ്മത്തൊട്ടിൽ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത് നോക്കൂ, സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി കേരള സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച രാത്രികാല അഭയ കേന്ദ്രം പദ്ധതിയാണ് എൻ്റെ കൂടെ. എന്താണ്? സ്ത്രീകൾക്കും കുട്ടികൾക്കുമായിട്ട് കേരള സാമൂഹ്യനീതി വകുപ്പ് അല്ലേ? ആ വകുപ്പ് ആലോചിച്ച് വെക്കുക. കേരള സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ചിട്ടുള്ള രാത്രികാല അഭയ കേന്ദ്രം പദ്ധതിയാണ് എൻ്റെ കൂടെ. രാത്രികാല അഭയ കേന്ദ്രം പദ്ധതിയാണ് എൻ്റെ കൂടെ എന്ന് പറയുന്നത്. പിന്നെയോ കുഷ്ഠരോഗം ബാധിച്ചവർക്കായുള്ള കേരള സാമൂഹ്യനീതി വകുപ്പ് സാമൂഹ്യ മിഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഗൃഹസന്ദർശന രോഗനിർണയ പദ്ധതിയാണ് അശ്വമേധം അല്ലേ? വീടാന്തരം ചേർന്നിട്ട് അല്ലേ കുഷ്ഠവുമായി ബന്ധപ്പെട്ട അടയാളങ്ങളുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ സിംറ്റംസ് ഉണ്ടോ എന്നൊക്കെ പരിശോധിക്കുന്നുണ്ടല്ലേ? അശ്വമേധം പദ്ധതി പലരും പോയിട്ടുണ്ടാവും വിശ്വസിക്കുന്നു അല്ലേ? അപ്പോൾ കുഷ്ഠരോഗം ബാധിച്ചവർക്കായുള്ള കേരള സാമൂഹ്യ മിഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഗൃഹസന്ദർശന രോഗനിർണയ പദ്ധതിയാണ് അശ്വമേധം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ കുറേയധികം പദ്ധതികളുമായി ബന്ധപ്പെട്ടാണ് നമ്മളിപ്പോൾ പഠിച്ചത്. കുറേയധികം പദ്ധതികൾ പഠിച്ചു. ഓക്കെ, അപ്പോൾ ഏകദേശം 20ഓളം പദ്ധതികൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് ആ പദ്ധതികൾ, നിങ്ങൾക്ക് അറിയുന്ന പദ്ധതികൾ നിങ്ങളുടെ കയ്യിലിരിക്കും. പുതുതായിട്ട് ഏതെങ്കിലും നിങ്ങൾ പഠിച്ച് അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ വിട്ടുപോയതായിരിക്കും. മനുഷ്യനല്ലേ, മറന്നു പോകുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ ആ പദ്ധതികളൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു ക്ലാസ് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് കാണാം. താങ്ക് യു.